ഇത് നമ്മളെ ചിക്കൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കി വന്ന നമ്മൾ കറി വെച്ച ചിക്കനൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ക്യാരറ്റ്, ഒരു സവാള, ഒരു കുഞ്ഞ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ അതും ഈ ചിക്കനും കൂടിയിട്ടിട്ട് നമ്മൾ കുറച്ച് മുളകും പൊടി, പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ബ്രെഡില്ലേ, ബ്രെഡ് പൊടിക്കുക മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമ്മൾ ഓരോന്ന് ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് പോലെ ചുട്ട് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട്. ഇതിപ്പോൾ ചിക്കൻ തിന്നാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടികൾക്കായാലും ഇത് നമ്മൾ അറിയില്ല ഇത് ചിക്കനാണെന്ന്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കട്ട്ലേറ്റൊക്കെ മേടിക്കുമല്ലോ കടയിൽ നിന്ന്. പക്ഷേ ചില കടയിൽ നിന്ന് കട്ട്ലേറ്റ് മേടിച്ചാൽ വായിൽ വയ്ക്കാൻ കൊള്ളൂല, ഒരു രുചി ഉണ്ടാവില്ല. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ, നല്ല ടേസ്റ്റാണ് അത്. പൊടി ഒക്കെ ഇട്ട് കഴിച്ചു ഷാജി. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് ഇതിലിട്ടിട്ട് നമുക്ക് ചെറുതീരിട്ടിട്ട് വേവിക്കാം, മീഡിയം തീയിൽ. അങ്ങനെ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കേ ഒന്നുമില്ല, എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി സമയം കളയണ്ട, പിന്നെ നല്ല ടേസ്റ്റ് അതിങ്ങനെ തിന്നാനായിട്ട്. ഇനി ഇത് അപ്പുറത്തെ സൈഡും വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളെ ചിക്കനും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു വെറൈറ്റി കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. രണ്ടു പുറവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരിയെടുത്തു. നമ്മൾ അടുത്ത ട്രിപ്പിനുള്ളത് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ട്രിപ്പും വെന്ത് വരട്ടെ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്ന് തേച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെ ബ്രെഡല്ല, നമ്മൾ മറ്റേ ബ്രെഡ്. ആ ബ്രെഡ് നമ്മൾ പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. എന്നിട്ട് നമ്മൾ ഇറച്ചി കറി വെച്ച് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും കറി വെച്ചിട്ട് നമുക്കത് ബാക്കി ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലത്തെ ചാറെടുക്കരുത്. അത് നമ്മളങ്ങനെ അതിലത്തെ കഷ്ണം വരട്ടിയെടുത്തിട്ട് അതിലത്തെ കഷ്ണം എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ കഷ്ണത്തിൽ എല്ലിന്ന് അടർത്തിയെടുത്ത് മിക്സിയിലിടാം. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ സബോള, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മുളകും പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ അധികം ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതി. നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മളത് ബ്രെഡിൻ്റെ കൂട്ടിലിട്ടിട്ട് ബ്രെഡിൻ്റെ പൊടിയും ഇതും കൂടിയിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ പരത്തിയിട്ട് ഇതേപോലെ ചുട്ടെടുക്കുക. ബ്രെഡും ബാക്കി വന്ന ചിക്കനും, ഇതിപ്പോൾ ചിക്കൻ കൊണ്ടാണ്, ബ്രെഡും ബാക്കി വന്ന ഇറച്ചി ഉപയോഗിച്ചിരുന്നു. ഏത് ഇറച്ചിയാണെന്ന് വെച്ചാൽ ഇറച്ചിയുടെ പേര് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ബാക്കി വന്ന ചിക്കൻ കറി ഉപയോഗിച്ചിട്ട് ബ്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റാണ് ഇത്. നമ്മൾ മേടിക്കുന്ന കട്ട്ലേറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ആ കട്ട്ലേറ്റ് ഇതിൻ്റെ അടുത്ത് ആ കട്ട്ലേറ്റ് ഒന്നുമല്ല. ഇത് അത്രയും അപാര ടേസ്റ്റാണ് ഇതിന്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര രുചിയാണ് ഇതിന്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറിയും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. മോളിപ്പോൾ ഇത് നാളെണ്ണം തിന്നു. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇത് നമ്മൾ ഒരെണ്ണം കഴിച്ച് കാണിക്കാം. നല്ല ചൂടാണ്. കണ്ടില്ലേ?